Let us see some of the problems in LR circuit. First question, a coil having an inductance of L of 0.7 Henry is connected in series with a resistance of 50 ohms. Calculate the current flowing through the circuit I. The applied voltage is 200 volt at 50 hertz. What is the phase angle also? So LR and the EMF 200 volt and 50 hertz are given, current and phase angle. So current in the circuit is given by EMF divided by impedance. So this is an LR circuit, so the impedance is given by square root of R square plus XL square, inductive reactance, that is L square omega square. So 200 volt divided by square root of 50 ohms square plus L square omega square. L is 0.7 square, then omega is 2 pi f. So 2 pi 50 hertz, f is 50 hertz all square. Solving, you will get the current. Now phase angle in an LR circuit is tan inverse L omega by R. Substitute for L omega R, you will get the answer as 77.2 degree. Second question, an electric lamp runs at 100 volt in DC and 10 ampere current is connected to a 200 volt 50 cycles AC mains. Calculate the inductance of the choke coil required to be connected in series with the lamp. സോ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഇതിൽ റെസിസ്റ്റൻസ് തരുന്നതിന് പകരമായിട്ട് ഒരു DC കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. ആ ഒരു ഇലക്ട്രിക് ലാമ്പ് 100 വോൾട്ട് സോഴ്സിൽ നിന്ന് 10 ആംപിയർ ആണ് ഡ്രോ ചെയ്യുന്നത്. സോ അത് ആ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ടാണ്. സോ റെസിസ്റ്റൻസ് ഓഫ് ദി ലാമ്പ് ഇസ് ഈക്വൽ ടു DC വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. സോ ഇവിടെ തന്നിരിക്കുന്നത് 100 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 10 ഓം. ദെൻ അപ്പോൾ ആ ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് 6 നമുക്ക് കിട്ടി. ഇനി ഈ ലാമ്പ് ഒരു ഇൻഡക്റ്റൻസുമായിട്ട് സീരീസ് ആയിട്ട് 200 വോൾട്ട് 50 സൈക്കിളിലുള്ള AC യിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ AC സർക്യൂട്ടാണ്. അപ്പോൾ ആദ്യത്തെ DC സോഴ്സിൻ്റെ കാര്യം പറയുന്നത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. സോ ഇംപീഡൻസ് ഈസ് ഗിവൺ ബൈ E ബൈ I. സോ E ഈസ് 200 AC സോഴ്സിൻ്റെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് നമ്മൾ ഓൾറെഡി കണ്ടു 10. വെർ ഇസ് കറണ്ട്? Current is also given 10 ampere current. So 10. So this is equal to 20 ampere. So we want to find the inductance. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇത് 200 വോൾട്ട് AC യിൽ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് സീരീസ് ആയിട്ട് ഇടേണ്ട ഇൻഡക്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻഡക്റ്റൻസിന് ഇംപീഡൻസ് ഈസ് ഗിവൺ ബൈ ഇംപീഡൻസ് നമുക്ക് വേറെ ഒരു ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇൻഡക്റ്റൻസ് ഇംപീഡൻസ് ഈസ് 20, R ഈസ് 10, ഒമേഗ ഈസ് 2 pi 50 ഹോൾ സ്ക്വയർ. So by solving this you can find L is equal to 0.05 Henry. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ AC ലാമ്പ് 100 വോൾട്ട് 10 ആംപിയറിൽ വർക്ക് ചെയ്യും. ഇനി ഇതേ ലാമ്പ് തന്നെ 200 വോൾട്ടിൽ കുറച്ച് കൂടിയ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻഡക്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. ആ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇംപീഡൻസിൽ നിന്ന് ഇംപീഡൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാം. അനദർ ക്വസ്റ്റ്യൻ, കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും EMFൻ്റെയും ഫേസ് ആംഗിൾ സൈൻ ഫംഗ്ഷൻ പോലെ തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. 5 sin 100 pi t പ്ലസ് 3 pi ബൈ ഒമേഗ 3 pi ബൈ 3. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട വാല്യൂസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്താണ് ഈ മാക്സിമം വാല്യൂ വരുന്നത്? I0 ഈസ് 5. ഇവിടെയാണെങ്കിൽ 15 ആണ് E0 ആയിട്ട് വരുന്നത്. ദെൻ ഇവിടെ ഒമേഗ 100 pi, ഇവിടെയും 100 pi t. സോ ഒമേഗ ഈസ് 100 pi. ദെൻ ഇവിടെ ഫേസ് ഡിഫറൻസ്, കറണ്ടും EMFs തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇവിടെ 2 pi ബൈ 3 ആണ്, ഇവിടെ 5 pi ബൈ 6 ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിനും ഡിഫറൻസ് 5 pi ബൈ 6 മൈനസ് 2 pi ബൈ 3 ആയിരിക്കും ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. സോ ദിസ് കറസ്പോണ്ട്സ് 150 ഡിഗ്രി, ദിസ് ഈസ് 120 ഡിഗ്രി. സോ 30 ഡിഗ്രിയാണ് 5 വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഇംപീഡൻസ് ആണ്, ഇറ്റ് ഈസ് E0 ബൈ I0, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. Then resistance ആണ് ചോദിച്ചിരിക്കുന്നത്. For that we can use the relation cos phi. Cos phi is given by R by Z. R ആണ് കാണേണ്ടത്. R is equal to Z cos phi. Zഉം ഫൈയും നമുക്കറിയാം. Substituting will get resistance. Then inductance ചോദിച്ചിരിക്കുന്നു. അതിന് നമുക്ക് sin phiയുടെ റിലേഷൻ ഉപയോഗിക്കാം. sin phi equal to L omega by Z. L എന്നുള്ള ഇക്വേഷൻ എഴുതിയാൽ ബാക്കിയെല്ലാം അറിയാവുന്നതാണ്. Substitute ചെയ്താൽ will get inductance.
Then average power is given by IRMS into ERMS into cos phi. IRMS is I0 by root 2, E0 by root 2 cos phi. I0, E0 അറിയാവുന്നതാണ്, ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ്, ഫൈയും അറിയാം. സോ യു ക്യാൻ വർക്ക് ഔട്ട് ആവറേജ് പവർ. ദെൻ പവർ ഫാക്ടർ ഈസ് കോസ് ഫൈ, ഫൈ നോൺ, so cos 30 is power factor. Then another example is an example for CR circuit. A pure resistance of 50 ohm is connected in series with a capacitance. അപ്പോൾ അതിൻ്റെ എല്ലും സിയും ആറും തന്നിരിക്കുകയാണ്, 100 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ. ദെൻ ഇമ്പിഡൻസ് CR സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് സ്ക്വയർ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് 1/c സ്ക്വയർ ഒമേഗ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എല്ലാ വാല്യൂസും ഗിവൺ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വിൽ ഗെറ്റ് ഇമ്പിഡൻസ്. Then power factor cos phi is R by Z. R Z അറിയാം, so will 0.8 ആണ് power factor. And phase angle phi is cos inverse of this, you will get 32.6 degree. Now voltage across capacitance, voltage across resistor is given by current into resistance value. Current ഇവിടെ ഡയറക്റ്റ്ലി തന്നിട്ടില്ല, EMF ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ സർക്യൂട്ടിലെ കറണ്ട് കിട്ടും, ഇൻറ്റു R ചെയ്താൽ നമുക്ക് കിട്ടും. Then voltage across capacitance is given by current into capacitive reactance. Capacitive reactance is XC. XC is 1/c omega. So I by c omega. എല്ലാ വാല്യൂസും അറിയാവുന്നതാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് ദി ആൻസർ. Then two more problems. Example 3 in page number 232. LR circuit ആണ്. Most of the parameters are given. And എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത്. കറണ്ട്, phase angle, voltage across inductance I into XL, then voltage across resistance I into R, എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. And second question is also to find impedance and inductance. So everything is fifth question also direct questions.